ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു പ്രഭാതം നിനക്ക് ഈശോയുടെ നാമത്തിൽ നേരുകയാണ്. നിൻ്റെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും കാരുണ്യവാനായ കർത്താവ് നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ട വ്യക്തിയാണ് ഒരു ക്രിസ്ത്യാനി. തൻ്റെ ജീവിതത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, വാക്കിലൂടെ എല്ലാം എപ്പോഴും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതേസമയം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ചെയ്തികളെയും നമ്മുടെ സംസാരത്തെയൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുമുണ്ട്. വിലയിരുത്തിയാലാണ് ഈശോ ആഗ്രഹിക്കുന്നത് പോലെയാണോ നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുക എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 13-14 വാക്യങ്ങളിൽ ഈശോ നിശിതമായിട്ട് 2 ഗ്രൂപ്പുകളെ വിമർശിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരീസയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. ഫരീസയരെക്കുറിച്ച്, നിയമജ്ഞരെക്കുറിച്ചാണ് ഈശോ പറയുക. ഫരീസയർ, നിയമജ്ഞർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പാതയെ നയിക്കുന്നവർ, ദൈവജനത്തെ നയിക്കുന്നവരാണ്. ഈശോ അവരെ വിമർശിക്കുവാനായിട്ട് കാരണം, അവർ ദൈവത്തിൻ്റെ പാതയിലാണെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണെങ്കിലും ഈശോയുടെ കാലഘട്ടത്തിൽ അവർ പല ചെയ്തികളും അതിന് എതിരായി തീർന്നു എന്നുള്ളതാണ്. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നീ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക. നീ ചെയ്തു കൂട്ടുന്നതെല്ലാം, നീ സംസാരിക്കുന്നതെല്ലാം സ്വർഗരാജ്യത്തെ ബിൽഡപ്പ് ചെയ്യുവാനായിട്ട് നിന്നെ സഹായിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ വളർത്തുവാനായിട്ട് നിന്നെ സഹായിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഇതിന് എതിർ ദിശയിലേക്ക് നീങ്ങുന്നുണ്ടോ? ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, ഒരിക്കലും മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കാതെ, നിന്നിലേക്ക് മറ്റുള്ളവർ അടുക്കുന്നതിന് തടസ്സമായി തീരാതെ, എപ്പോഴും മറ്റുള്ളവരെ നിന്നിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് പ്രത്യേകമായിട്ട് സഹായിക്കണമേ. ഇന്നത്തെ ഈ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിയുടെ എല്ലാ ഉദ്യമങ്ങളും ഇന്ന ദിവസം വിജയിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.